ഹലോ ഗൈസ്, നമ്മളിന്ന് മാക്സിലേക്കാണ് കേട്ടോ പോണത്. നമ്മളവിടെ ഒരു ഓഫർ ഉണ്ട് എന്ന് കിംവദന്തി കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോകാമെന്ന് വെച്ചു. പക്ഷേ അവിടുത്തെ കളക്ഷൻസ് ഒക്കെ എല്ലാം തീർന്നു. അങ്ങനെ കുറവായിരുന്നു. നമുക്കത് അത്ര വലിയോട്ട് ഇഷ്ടമായില്ല. അതുകൊണ്ട് അവിടെ നിന്നൊന്നും കൊടുത്തില്ല. പിന്നെ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മളങ്ങോട്ട് തിരിച്ചു. അങ്ങനെ തിരിച്ചു പോയപ്പോഴത്തേക്കാണ് നമ്മൾ മലേക മന്തിക്കറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത്. കാര്യം ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, മലേക മന്തി കായംകുളത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ കയറി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. പുറത്തു നിന്നൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ആംബിയൻസ് ഒക്കെയാണ്. അകത്തും അതേപോലെ തന്നെയാണ്. ഈ പുറം മാത്രമല്ല, അകത്തും നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും മെയിൻ എന്ന് പറയുമ്പോൾ ഈ സംഭവം കേട്ടോ. ഇതിങ്ങനെ കയറി വരുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരിക്കുകയാണേ. എനിക്ക് പൊതുവെ ഈ എരിവും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഹണി അൽഫാം മന്തി ഓർഡർ ചെയ്തു. പുള്ളിയാണെങ്കിൽ ഒരു ബീഫ് മന്തിയും ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ പുള്ളിക്കൊരു ചാനലുണ്ട് കേട്ടോ, വിപിൻ ഇൻസ്പയർ. ആ ചാനലിൻ്റെ ഓരോ വീഡിയോസിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ പരസ്പരം കുറേ കാര്യം, ഫുഡ് ഇച്ചിരി വരാൻ ഇച്ചിരി സമയം എടുത്തു. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു. ഇന്ന കാര്യമൊന്നുമില്ല, പറയാൻ തോന്നി പറഞ്ഞു. അങ്ങനെ ഫുഡ് വന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഹണി അൽഫാം, അത് ബീഫ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തു കഴിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ്. എന്നാലും കൊള്ളായിരുന്നു കേട്ടോ, നല്ല ഫുഡുമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ പറയണമല്ലോ, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയണം. അങ്ങനെ ഫുഡ് ഇതാണ് എൻ്റെ ഹണി അൽഫാം. ഞാൻ അങ്ങനെ പൊതുവെ എരിവൊന്നും കഴിക്കില്ല കേട്ടോ, എനിക്കാണ് ഇഷ്ടമല്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഞാനൊന്ന് കഴിച്ചു നോക്കി. കൊള്ളാം, ആഹാ, നല്ല ടേസ്റ്റ്. എനിക്കിഷ്ടം കേട്ടോ. എനിക്ക് പൊതുവേ ഈ അൽഫാമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് കേട്ടോ ആ ബീഫ്. ഇത് നല്ലൊരു വലിയ പീസായിട്ട് തന്നെ ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പേയ്മെൻറ്റും കൊടുത്തു. ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുന്നു. അതിൻ്റെ ഇടയ്ക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് സന്തോഷത്തിലുള്ള ചിലവാണെന്ന് എൻ്റെ ഹസ്ബൻഡ് പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് പുറത്തോട്ടിറങ്ങി. അല്ലെങ്കിൽ ഈ ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്ന യാത്രേനെക്കാട്ടി നല്ലത് ഇങ്ങനെ പ്രതീക്ഷിക്കാതെ വന്ന്, അതായത് ഈ ഒരു പ്ലാനും ഇല്ലാത്തൊരു കാര്യമാണ് ഈ മലേക മന്തിയിൽ വന്ന് ഫുഡ് കഴിക്കാൻ. അങ്ങനെ നമ്മൾ വന്ന് കഴിച്ചു, ഇറങ്ങി സന്തോഷമായിട്ട് ഇതാ തിരിച്ചു പോന്നു. അപ്പോഴൊക്കെ ബൈ.